കുട്ടികളുടെ ഉമ്മയാണ്. ഒരു 9 വർഷം, ഏകദേശം 9, അടുത്ത ഫെബ്രുവരി വരുമ്പോൾ 9 വർഷം എൻ്റെ ഐഡി എടുത്തിട്ട്. ഈ 9 വർഷം മുമ്പ് ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ, അതായത് ഒരു പഞ്ചായത്തിൽ പോകണമെങ്കിൽ പോലും മറ്റൊരാളുടെ സപ്പോർട്ട് വേണമെന്നുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വന്നപ്പോൾ എൻ്റെ ജീവിതം ആകെ മാറി മറിച്ചത് വെറുതെ പറയുന്നതല്ല പ്രിയ സുഹൃത്തുക്കളെ. 100% എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ലൈഫ് സ്റ്റൈല് 100% മാറിയെന്ന. അത്യാവശ്യം നല്ല സാമ്പത്തിക ബദ്ധതയുള്ള ഒരു ഫാമിലി ആണെങ്കിലും ഞാനെന്ന വ്യക്തി ബിഗ് സീറോ ആയിരുന്നു. +2 വരെ മാത്രം പഠിച്ചു. സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. എല്ലാ സ്ത്രീകളും ഇവിടെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് അല്ലേ. ഭർത്താവ് നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാവും, മറ്റു ഫാമിലി അംഗങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടാവും, എനിക്കൊന്നും പറ്റുന്നില്ല എന്നുള്ള. അത് ഞാൻ മോദി കെയറിൽ ജോയിൻ ചെയ്ത് എൻ്റെ അപ്ലയൻസിൻ്റെ ജിഷ സാറിൻ്റെ, ദിനേശ് സാറിൻ്റെ, അതുപോലെ 3 സാർ, RK സാർ, അയ്യപ്പൻ സാർ, ഇവരുടെയൊക്കെ ആ ഒരു മെന്റർ, കേരളത്തിലെ എല്ലാ ടോപ്പ് ലീഡേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ടോട് കൂടി, അനുഗ്രഹത്തോടു കൂടി ഇതുപോലുള്ള മീറ്റിംഗ്സുകളിൽ നിരന്തരം വന്നിരുന്നപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ആകെ മാറി. എൻ്റെ ആദ്യത്തെ വരുമാനം വെറും 600 രൂപയാണെങ്കിൽ ഇന്ന് എൻ്റെ ഹയസ്റ്റ് ഇൻകം എത്രയാണെന്നറിയോ? 3,30,000. ഒരു സാധാരണ വീട്ടമ്മക്ക് മോദി കെയറിലൂടെ ഇത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് 2 lakh, 2.5, 3 അങ്ങനെ നിരന്തരം വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഈ 2025 പിന്നിടുന്ന ഈ സമയത്തും ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. ഇന്ന് ഞാൻ എപ്പോഴും ജിഷ സാറ് വന്ന കാലത്ത് പറയായിരുന്നു, എൻ്റെ അഭാവത്തിലും എൻ്റെ ടീം വളർന്നുകൊണ്ടിരിക്കണം. ഈ അഫർമേഷൻ ഞാൻ അന്നും എന്നും പറയായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ അഭാവത്തിൽ എവിടേക്കോ, ഇന്ത്യയിൽ എവിടേക്കോ, ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ എവിടേക്കോ ജോയിൻ ചെയ്ത ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അവരുടെ പിന്നാലെ നടക്കേണ്ടതില്ല. 100% അത് പ്രൂവണാണ്. ഇന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ 2 പ്രാവശ്യമാണ് ഞാൻ തായ്ലൻഡിലോട്ട് ട്രിപ്പ് അച്ചീവ് ചെയ്ത്. ഹസ്ബൻഡിനോട് പറയായിരുന്നു ഒരു കാലത്ത്, ഞാൻ സൗദിയിലായിരുന്നു കുറച്ചു കാലം അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ പറയും ഇവിടെ ഒന്നുമല്ല, എനിക്ക് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ വീട്ടിൽ നിന്ന് കൊടുന്ന വകയുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കും അല്ലേ. അതുപോലെ എൻ്റെ ഹസ്ബൻഡും ചോദിക്കുക, അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, അതെൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചത് എൻ്റെ ഹസ്ബൻഡിന് 1 രൂപ ചെലവില്ലാതെയാണ് ഞാൻ തായ്ലൻഡിലോട്ട് കൊണ്ടുപോയത്. അവിടെ അദ്ദേഹം സ്പീച്ച് ചെയ്തവർ കേൾക്കുമായിരുന്നു. അദ്ദേഹം അത്രയാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞെങ്കിൽ ഇത് പലപ്പോഴും ആഗ്രഹിച്ചു, പക്ഷെ ഇതൊന്നും ഭാര്യമാർക്ക് വല്ലാതെ കിട്ടൂല. പക്ഷേ അന്ന് ഈ ലീഡേഴ്സിന്റെ സാന്നിധ്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ സംസാരിച്ചപ്പോൾ എന്താന്ന് എനിക്ക് പറയില്ല, അത്രയാണ് അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞു. ഇതിന് പരം ഭാര്യ എന്നെ കിട്ടാനില്ല. ഇന്ന് എൻ്റെ മക്കളുടെ കല്യാണം എത്തി നിൽക്കുന്നു. ഞാൻ അവര് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ജോയിൻ ചെയ്തെങ്കിൽ ഇന്ന് അവരുടെ കല്യാണം എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു സമയം. ഈ സമയത്ത് എനിക്ക് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. എൻ്റെ മകളുടെ കല്യാണത്തിന്റെ പല ആവശ്യങ്ങൾക്ക് എനിക്ക് ഇത് നിങ്ങളുടെ ഒരുപാട് ആളുകളുടെ ആഗ്രഹമല്ലേ അല്ലേ? നിങ്ങൾ ഭർത്താക്കന്മാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആണ് അല്ലേ? ആണ്. ജോലി ഉള്ളവർക്ക് പോലും തികയുന്നില്ല. അവിടെയാണ് എക്സ്ട്രാ ഇൻകായിട്ട് എനിക്ക് 1 lakh അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ തിരിച്ചറിയാൻ, നിങ്ങൾ ആരാണോ ഇതിലൊക്കെ ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിയെ ഒന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവുക, ഒന്ന് യാത്ര ചെയ്യാൻ തയ്യാറാവുക. നമുക്ക് ഇവിടെ ലീഡേഴ്സ് പറഞ്ഞ പോലെ വലിയൊരു സിസ്റ്റം നമുക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്നും നമ്മുടെ ടീം ഗ്ലോബലിന്റെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നും വേണ്ട, നമുക്ക് എല്ലാ കഴിവുകളൊന്നും വേണ്ട. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ സാന്നിധ്യം ഉറപ്പിച്ചാൽ മാത്രം മതി. നമ്മൾ മെല്ലെ അങ്ങ് വളർന്ന് എൻ്റെ അപ്ലയൻസ് എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, അസുരനാണെങ്കിലും അർഹത ഉണ്ടെങ്കിൽ തപസ്സിരുന്നാൽ കിട്ടും.